നാലേ കാലികൾ നടുവിൽ ജാതനായി പുൽക്കൂട്ടിൽ ശൈത്യമേറ്റവൻ ജാതനായി കടലായി സ്നേഹത്തിൻ നിറവായി മനതാരിൽ പെയ്തിറങ്ങാൻ പാവങ്ങൾക്കാശ്വാസം രോഗികൾ കാലംബം വരവായി പൊന്നത്താലേ കാരുണ്യ കടലായി സ്നേഹത്തിൻ നിറവായി മനതാരിൽ പെയ്തിറങ്ങാൻ പാവങ്ങൾക്കാശ്വാസം രോഗികൾ കാലംബം വരവായി പൊന്നത്താലേ സോദര സ്നേഹത്തിൻ പൊൻവസന്തം പകർന്നിടമാകാതിക്കാം നാഥൻ നമ്മെ വിളിക്കുകയായി ഹൃദയത്തിൻ ആനന്ദ തിരിതെളിക്കാൻ കാലിത്തൊഴുത്തിൽ ഭൂജാതനായവൻ ഗ്ലോറിയ ഗ്ലോറിയ രാജരാജൻ ഭൂജാതനായി ലോകരക്ഷകനാഗതനായി ബോന്നത്താലെ മാറ്റൊലിയോടെ തൃശുവ പേരുണരുകയായി കൊട്ടും പാട്ടും കുഴൽ വിളിയോ തൃശ്ശൂർ അങ്ങനെ ആടി തിമിർക്കുകയാണ്. 15,000-ലേറെ പാപ്പാഞ്ഞിമാർ ഒരുമിച്ച് അങ്ങനെ ചൂടുവെച്ച് അതിൽ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഭേദമില്ല, വിദ്യാർത്ഥികളെന്നോ വൈദികരെന്നോ ഭേദമില്ല. അവരെല്ലാവരും ആ പാട്ടിനൊത്ത് സന്തോഷത്തിന്റെ, ആഹ്ലാദത്തിന്റെ, ഐക്യത്തിന്റെ ചൂടുകൾ വെക്കുകയാണ്. സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ഇനിയും പാപ്പാഞ്ഞിമാരേറെ ബാക്കിയുണ്ട്. അവരിങ്ങനെ അണിനിരന്ന് അടിവെച്ച് ആ നഗരത്തെ കീഴടക്കുകയാണ്, ഇളക്കി മറിക്കുകയാണ്. ക്രിസ്മസിന്റെ ആഘോഷമൊപ്പം പുതുവത്സരത്തിന്റെ വരവേൽപ്പ് കൂടിയാണ് ബോന്നത്താലെ. എല്ലാ ഇവന്റുകളും വലിയ ആഘോഷമാകുന്ന തൃശ്ശൂരിൽ മറ്റൊരു വർണ്ണാഭമായ കാഴ്ച കൂടി പ്രേക്ഷകർ കാണുകയാണ്. നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നുണ്ട്. നിഖിൽ, അങ്ങനെ അടിപൊളിയായി ആവേശമായി ബോന്നത്താലയുടെ ചുവടുവെപ്പുകൾ നമ്മൾ കണ്ടു. അതിൽ വൈദികരുൾപ്പെടെ ആനന്ദ നൃത്തമാടുകയാണ്. അപ്പോ നിഖിൽ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? അവിടുത്തെ കാഴ്ചകൾ, ആവേശം. ഗോകുൽ, ഞാൻ സെന്റ് തോമസ് കോളേജിന്റെ മുന്നിലാണ്. ഇതിന്റെ ഔദ്യോഗിക ഫ്ലാഗ് ഓഫ് അടക്കം നടക്കുന്ന, സാംസ്കാരിക പരിപാടി അടക്കം നടക്കുന്നതിന് തൊട്ട് മുന്നിലാണ് ഞാനുള്ളത്. അവിടെ ഇപ്പോൾ വില്ലടത്ത് നിന്നുള്ള കുട്ടികൾ
അവർ വളരെ മനോഹരമായിട്ട് അണിനിരക്കുന്നു. നിശ്ചല ദൃശ്യങ്ങളടക്കം നിശ്ചല രൂപങ്ങളടക്കമുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. വളരെ ഭംഗിയായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഉണ്ണിയേശുവിനെ അടക്കം, അതായത് ആ കാലമടക്കം അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ടാബ്ലോകൾ ഇതെല്ലാം ഒരുക്കിക്കൊണ്ടാണ് അവരുടെ സംഘങ്ങൾ വരുന്നത്. ഈ മുന്നിലുള്ള മാലാഖമാരൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ കൗതുകം, വളരെ ഇഷ്ടം തോന്നും. വളരെ നന്നായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികൾ, ഏതാണ്ട് എത്ര പേരുണ്ട് നമുക്ക് അവരോട് ഇതിനെ ചോദിച്ചു നോക്കാം. ഈ ടീമിൽ എത്ര പേരുണ്ട്? വില്ലടത്തിന്റെ 125. ഓ, നിങ്ങൾ കുറച്ച് കൂടുതൽ ആൾക്കാർ. 125ഓളം പേര് ഇവരുടെ സംഘത്തിലുണ്ട്. അവർ നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. അവർ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അല്പസമയത്തിനകം സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കും. അവിടെ എത്തുമ്പോൾ തങ്ങളെ വിലയിരുത്താൻ ആളുകളുണ്ട്. അതായത് ഇതൊരു മത്സരം കൂടിയാണല്ലോ, അപ്പൊ സ്വാഭാവികമായിട്ടും അതിനു വേണ്ടിയിട്ട് കൂടിയുള്ള ഒരുക്കങ്ങൾ അവർ നടത്തുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് ഒരു ചെറിയ വ്യത്യസ്തതയോട് കൂടി ഒരു സംഘമുണ്ട്. അവരുടെ തൊപ്പിയിൽ സാന്റ ക്യാപ്പിൽ LED ലൈറ്റ്സ് അടക്കമുണ്ട്. അങ്ങനെ അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരിപ്പോ നല്ല ഡാൻസിലൊക്കെ ആയിരുന്നു. നിങ്ങൾ ഏത് ടീമാണ്? അടിപൊളിയല്ലേ? അവർക്ക് സംസാരം അച്ഛൻ അപ്പൊ അവിടെ ഒരു ഏത് ഇടവകയെന്നല്ല, ഒരു അച്ഛൻ നല്ല ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അടുത്ത തവണ ഞങ്ങൾ നടത്തറ ഹൃദയ ദേവാലയത്തിൽ ഞങ്ങൾ വന്നത് വൈബായിട്ടുള്ള ടീമാണ്. വളരെ ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്ന യൂത്താണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ ബോളത്തിൽ എങ്ങനെയാണ് ഈ അച്ഛൻ നിങ്ങളുടെ കട്ടയ്ക്ക് സപ്പോർട്ടാണ്? അച്ഛൻ എന്ന് പറഞ്ഞ പൊളിയാണ്. ഞങ്ങളെ ഇടവകയിൽ ഞാനത് പറയട്ടെ, ആരാധകരെ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലെ ഈ അടുത്തായിട്ട് നടന്നിട്ടുള്ള എല്ലാ വലിയ പരിപാടികൾക്കും മെയിനായിട്ട് ചുക്കാൻ പിടിച്ചിരിക്കുന്ന ഒരു കൊച്ചച്ഛനാണ്. അവരുടെ കൊച്ചച്ഛന്റെ സാന്നിധ്യത്തിൽ അവർ വളരെ മനോഹരമായിട്ട് ഇതാ ഇങ്ങനെ വളരെ ശാന്തരായിക്കൊണ്ട് അണിനിരുന്നത്. അപ്പൊ വീണ്ടും ആ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ, അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള പാട്ടുകൾ പ്ലേ ചെയ്യുമ്പോൾ ഒരേ താളത്തിൽ ഒരേ ഭംഗിയിൽ അവരിങ്ങനെ അണിനിരന്നുകൊണ്ടിരിക്കുകയാണ്. സ്വരാജ് റൗണ്ടിലേക്ക് ഓരോ സംഘങ്ങളായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാടധികം സംഘങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും എത്തിച്ചേരണമെങ്കിൽ അല്പം വേഗതയിൽ കടന്നു വരണമെന്നുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ ലഭിക്കുന്നുണ്ട് ഗോകുൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അല്പം വേഗതയിൽ ഓരോ സംഘങ്ങളായി ഇപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. തൃശൂർ നഗരിയാകെ, സ്വരാജ് നഗരി ആകെ ഇപ്പോൾ എന്താ പറയുക, ഒരു ചുവപ്പിൽ കുളിച്ചു നിൽക്കുന്ന കാഴ്ചയാണ്. എവിടെ നോക്കിയാലും ചുവപ്പ്, എവിടേക്ക് തിരിഞ്ഞാലും ചുവപ്പ്. ഒരു ചുവപ്പ് ചാലിന് സമാനമായി മാറുകയാണ് തൃശൂർ സ്വരാജ് റൗണ്ട്. സാംസ്കാരികമായി ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തോരം വൈവിധ്യമാണല്ലോ ഈ നാടിനുള്ളത്. ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു നാടാണ് തൃശ്ശൂർ. ഒരു കാലത്ത് പൂരം, അത് കഴിഞ്ഞാൽ പുലിക്കളി, പിന്നീട് ഇപ്പോൾ ബോൺ നദാൽ, അങ്ങനെ എല്ലാം കൊണ്ടും വൈവിധ്യങ്ങൾ കൊണ്ട്, സാംസ്കാരികമായ വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ജില്ല എന്നുള്ള നിലയ്ക്ക് കൂടി കേരളത്തിന്റെ ഒരു ക്രിസ്മസ് ആഘോഷത്തിന്റെ തന്നെ പരിച്ഛേദമായി തൃശ്ശൂരിലെ ഈ ബോൺ നദാലെ മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 15,000-ലധികം, കൃത്യമായ കണക്ക് പറയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്, എന്തായാലും 15,000-ലധികം പാപ്പാഞ്ഞിമാർ ഇന്നിപ്പോൾ സ്വരാജ് റൗണ്ടിലേക്ക് ഇങ്ങനെ എത്തുകയാണ്. അതോടുകൂടിയാണ് സത്യത്തിൽ കേരളത്തിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ക്രിസ്തുമസ് ആഘോഷത്തിന് തന്നെ സമാപനമാകുന്നത്. ഇതാ കുട്ടികൾ ഓരോരുത്തരായി പാപ്പഞ്ഞിമാരായി ഒരുങ്ങിയിട്ടുള്ള മുഴുവൻ പേരും ഇങ്ങനെ ഒരേ താളത്തിൽ ചുവട് വെച്ചുകൊണ്ട് സ്വരാജ് റൗണ്ടിലേക്ക് എത്തുകയാണ് ഗോകുൽ. അല്പസമയത്തിനകം മുഴുവൻ പേരും അവിടെ അണിനിരക്കും. അതിനുശേഷമായിരിക്കും ഇവരുടെ വിലയിരുത്തലുകളടക്കം നടക്കുന്നത്. മനോഹരമായ കാഴ്ചയാണ്. നമ്മളെ ആകെ ഒന്ന് ചൂടുവെക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ അത്രയും നമ്മളെ കൂടി ഒരു വൈബിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു ചൂടുവെപ്പും ദൃശ്യങ്ങളുമാണ് കാണുന്നത്. അങ്ങനെ പ്രായഭേദമന്യേ പാപ്പാഞ്ഞിമാർ തൃശ്ശൂരിനെ ഇളക്കി മറിക്കുന്ന കാഴ്ചയിലേക്ക് തിരികെ